اللهم صل على محمد خير خلق الله رسول الله. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഗ്ഫിറത്തിൻ്റെ 10 ഇന്ന് ഞങ്ങൾ നിന്ന് വിട പറയുകയാണ്. അസർ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നതോടെ മഗ്ഫിറത്തിൻ്റെ 10 ഞങ്ങൾ നിന്ന് വിട പറയുന്നു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് എല്ലാവർക്കും മഗ്ഫിറത്ത് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെ എല്ലാ ദോഷങ്ങളും അല്ലാഹു മാപ്പാക്കി ഞങ്ങളെ സംശുദ്ധരിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു വിഷയമുണ്ട്, നരകത്തിൻ്റെ ആഴത്തെക്കുറിച്ച്. നരകം എത്ര ആഴമാണ്, എത്ര ഗുളിയാണെന്നാണ്, എത്ര കുഴിയാണുള്ളത്. മുത്തുനബി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്, കുന്നാ മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെയായിരുന്നു ഞങ്ങൾ. അപ്പോഴാണ് ഇത് സമിഅ വജ്ബതൻ, ഇരിക്കുമ്പോഴാണ് ഒരു ശബ്ദം കേട്ടത്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, തദ്റൂന മാ ഹാദാ, ഇതെന്താണെന്നറിയോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. ഈ ശബ്ദം എന്താണെന്നറിയോ എന്ന് ചോദിച്ചു. ഖാല, ഖുൽനാ, ഞങ്ങളെല്ലാവരും പറഞ്ഞു, അല്ലാഹു റസൂലുഹു അലം, അള്ളാഹു അള്ളാഹിൻ്റെ റസൂലും മാത്രമേ അറിയുന്നവരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഹാദാ ഹജറുൻ റുമിയ ബിഹി ഫിന്നാരി മുൻദു 7 സിനീന ഖരീഫൻ ഫഹുവ യഹ്വി ഫിന്നാരി അൽആൻ ഹത്താ ഇൻതഹാ ഇലാ ഖൈരിഹാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 70 വർഷങ്ങൾക്ക് മുമ്പ് നരകത്തിലേക്ക് എറിയപ്പെട്ട ഒരു കല്ലിൻ്റെ ശബ്ദമാണത്. നരകത്തിലേക്കൊരു കല്ല് 70 വർഷക്ക് മുന്നളായിട്ട് എറിഞ്ഞ ഒരു കല്ല്, അത് നരകത്തിൽ വീണുകൊണ്ടിരിക്കുകയായിരുന്നു. നരകത്തിലിങ്ങനെ അടിയെത്തില്ലായിരുന്നു, അതിൻ്റെ അടിഭാഗം എത്തിയിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് അതിൻ്റെ അടിയെത്തിയിട്ടുള്ളത്. അതിൻ്റെ ശബ്ദമാണ് കേട്ടത് സ്വഹാബാ. അത്രയും ആഴമുള്ള നരകമാണ്. അതുകൊണ്ട് നരകത്തിൽ നിന്നിട്ട് മോചനം കേൾക്കാനുള്ള 10 വരുന്നത്. ഇന്നത്തോടെ മഗ്ഫിറത്തിൻ്റെ 10 കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും മഗ്ഫിറത്ത് തേടിയങ്ങ് അള്ളാഹുവിലേക്ക് മടങ്ങേണ്ട സമയങ്ങൾ കഴിയാറായി. അതുകൊണ്ട് എല്ലാവരും മഗ്ഫിറത്ത് തേടി അള്ളാഹുവിലേക്ക് പിരിയണം. അതുകൊണ്ട് മുത്തുനബി പിന്നെയും പറഞ്ഞു, നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ ഏതാണെന്നറിയോ? മുത്തുനബി പറയാണ്, അതേ, ഇന്ന അഹ്വന അഹ്ലിന്നാരി അദാബൻ യൗമൽ ഖിയാമ റജുലുൻ തൂളഉ ഫീ അഖമസി ഖദമൈഹി ജംറതാൻ യഗ്ലി മിൻഹുമാ ദിമാഗു. അന്ത്യനാളിൽ നരകാവകാശികളിൽ ഏറ്റവും നിസ്സാരമായ ശിക്ഷ, ഏറ്റവും സിമ്പിളായ ശിക്ഷ ഇത്. പാദങ്ങൾക്കടിയിൽ, അതായത് ഞങ്ങളെ കാലിൻ്റെ അടിയിൽ 2 തീക്കണൽ വെക്കും. 2 തീക്കണൽ ഇങ്ങനെ വെക്കും 2 കാലിൻ്റെ അടിയിൽ. അത് കാരണം അവൻ്റെ തലച്ചോറിങ്ങനെ തിളച്ച് മറിയപ്പെടുന്നതാണ്. തലച്ചോറ് തന്നെ ഇങ്ങനെ തിളച്ചിട്ട് മറിഞ്ഞു പോകുന്ന. അപ്പം അതാണ് ഈ നരകത്തിൽ വെച്ച് ഏറ്റവും ചെറിയ ശിക്ഷ എന്ന്. അള്ളാഹു ഞങ്ങളെല്ലാവരെയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നരകത്തിൻ്റെ അദാബിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നല്ല രീതിയിൽ ഇനി വരുന്ന 10 ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന 10 നല്ല രീതിയിൽ ഇബാദത്തെടുത്ത്, ഇപ്പോൾ വീടുകളിലാണ് എല്ലാവരും ഉള്ളത്, എല്ലാ നിലക്കും നല്ല രീതിയിൽ കുടുംബങ്ങളൊന്നിച്ച് പ്രാർത്ഥിച്ച് ഖേദിച്ച് മടങ്ങി അങ്ങ് ദുആ ചെയ്യുക. അല്ലാഹു റബ്ബ് നമ്മളെല്ലാവരെയും രക്ഷപ്പെടുത്തി തെരുമാറാകട്ടെ.